1 minute. എന്താ ചൂടില്ലേ? കേരളം ഇപ്പൊ നിന്ന് കത്തുകയാണ്. നിങ്ങളുടെ ആപ്പിൽ കാണുന്ന 38 ഡിഗ്രി അല്ല കേട്ടോ. ആക്ച്വലി ഹീറ്റ് ഇൻഡെക്സ് ഇപ്പൊ 50ന്റെ മേലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഇറ്റ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ഹീറ്റ് ഇൻഡെക്സ് ഇത്ര കൂടി നിൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന്. ഇന്ന് പല ജില്ലകളിലും കേരളത്തിൽ തന്നെ യെല്ലോ അലേർട്ടും റെഡ് അലേർട്ടുമാണ് പ്രൊക്ലെയിം ചെയ്തേക്കുന്നത്. ദാറ്റ് ഇസ് ബിക്കോസ് നമ്മളുടെ കോർ ബോഡി ടെമ്പറേച്ചർ 40 ഡിഗ്രിക്ക് മേഖല പോകുമ്പോൾ ഹീറ്റ് സ്ട്രോക്ക് എന്നൊരവസ്ഥ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ബ്രെയിൻ സെൽസ് നശിക്കാം, ലിവറും കിഡ്നീനെയും വരെയും ബാധിക്കാം. ഇത് വെറും തളർച്ചയല്ല, മൾട്ടി ഓർഗൻ ഫെയിലിയർ വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കൂടെ കൂടെ സ്വെറ്റ് ചെയ്യുന്നത്, സ്കിൻ റെഡ് നിറത്തിലാകുന്നത്, കൺഫ്യൂഷൻ ഉണ്ടാവുക, ഇതൊക്കെയാണ് നമ്മളുടെ ശരീരം തരുന്ന SOS സിഗ്നൽസ് ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ എങ്ങനെയാ സർവൈവ് ചെയ്യുക? ദാറ്റ് ഇസ് നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, പക്ഷെ കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്പർ 1 ഇസ് ദാഹിക്കുന്നതിന് മുന്നേ തന്നെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ദാഹം വരുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 2% ഓൾറെഡി ഡീഹൈഡ്രേറ്റ് ആണ് എന്നാണ്. ഇതിൽ തന്നെ ഓരോ 30 മിനിറ്റ്സ് കൂടുമ്പോൾ ഒരു 300 ml വെള്ളമെങ്കിലും കുടിക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും. അതുപോലെ പരമാവധി കോഫിയും ആൽക്കഹോളും ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്പർ 2 10 മണി മുതൽ 3 മണി വരെ അൺനെസസറി ആയിട്ട് പുറത്തിറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി പുറത്ത് ജോലിയുള്ളവരാണെങ്കിൽ ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും തണലിൽ നിൽക്കാൻ ശ്രദ്ധിക്കുക. നമ്പർ 3 ഇസ് കോട്ടൺ ക്ലോത്ത്സ് കഴിവതും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സിന്തറ്റിക് ഫാബ്രിക്സ് ഒഴിവാക്കുകയാണ് നല്ലത്. നമ്പർ 4 ഇസ് ചിലപ്പോൾ വെള്ളം മാത്രമല്ല, ഇൻക്രീസ്ഡ് ആയിട്ട് സ്വെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ORS പോലത്തെ സൊല്യൂഷൻസ് ആഡ് ചെയ്യുന്നത് നന്നാവും. ഇനി ആരും പറയാത്ത ഡേഞ്ചർ സൈൻ ആണ് നമ്മുടെ കാർ നിർത്തിയിട്ടേക്കുന്നത് ചൂടത്താണെങ്കിൽ 80 ഡിഗ്രി വരെ കാറിന്റെ ഉള്ളിലെ ചൂട് കൂടാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു നിമിഷം പോലും ചെറിയ കുട്ടികളെയും പെറ്റ്സിനെയും വയസ്സായ ആൾക്കാരെയും കാറിൽ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോവരുത്. ഇനി പ്രത്യേകിച്ച് ചൂടത്ത് നിർത്തിയിട്ടേക്കുന്ന കാറിലേക്ക് റീ എൻറ്റർ ചെയ്യുമ്പോൾ വിൻഡോസ് എല്ലാം ഡൗൺ ചെയ്ത് AC സർക്കുലേഷൻ മോഡിലിട്ട് ഫുൾ ബ്ലാസ്റ്റ് ചെയ്ത് എയർ എല്ലാം പോയതിനു ശേഷം മാത്രം അതിലേക്ക് കയറാൻ ശ്രദ്ധിക്കുക. ഇനി അഥവാ നിങ്ങളുടെ മുന്നിൽ ഹീറ്റ് സ്ട്രോക്ക് കാരണം ആരെങ്കിലും പെട്ടെന്ന് കൊളാപ്സ് ആവുന്നത് കണ്ടാൽ അവരെ ഉടനടി ഒരു ഷെയ്ഡിലേക്ക് മാറ്റുകയും അവരുടെ സ്കിൻ കൂൾ ഡൗൺ ചെയ്യാനുള്ള മെത്തേഡ്സ് ആക്ടിവേറ്റ് ചെയ്യണം. വെള്ളം ഒഴിക്കാം, അവരുടെ ഔട്ടർ ഡ്രസ്സിങ് അഴിക്കാം, അഗ്രസീവായിട്ട് സ്കിൻ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാമാണ് നമുക്ക് ചെയ്യാവുന്നത്. അതിനോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനും ശ്രമിക്കാം. സോ സേവ് ദിസ് വീഡിയോ ആൻഡ് ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ പാരന്റ്സ് ആൻഡ് ഫ്രണ്ട്സ്, എസ്പെഷ്യലി ഉച്ചയ്ക്കെല്ലാം ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർക്ക്. ഇറ്റ് കുഡ് മേക്ക് എ ഡിഫറൻസ്.